ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചിക്കൻ കറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ തക്കാളി അരിഞ്ഞെടുക്കുകയെന്ന് ഉമ്മച്ചിക്ക്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഈ അരിഞ്ഞ ശരിയാവില്ല, ഞാൻ അരിയാ പറഞ്ഞിട്ട് ഉമ്മച്ചി അരിഞ്ഞപ്പോൾ ഉമ്മച്ചിൻ്റെ കൈ ഒന്ന് ജസ്റ്റ് മുറിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാമെന്ന്. ആദ്യം കുറച്ച് മസാല ഇട്ടിട്ട് വീഡിയോ ഓണാക്കിയില്ല. വീഡിയോ ഓണാക്കാണ്ട് എടുത്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഞാൻ പിന്നെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ഇട്ടത്, മസാല ഇട്ടിട്ടത്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും. അതിൻ്റെ ശേഷം ആ ഇറച്ചിത്തെ വേസ്റ്റ് ഉണ്ടാവില്ലേ, അത് കളയാൻ ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് കളഞ്ഞിട്ടുണ്ട്. അത് കളഞ്ഞതിന് ശേഷം പിന്നെയും നല്ല മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, നല്ല പിടിപ്പിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, കൈയൊക്കെ നല്ല പുകയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ചിക്കൻ അവിടെ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം സബോള, തക്കാളി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുള്ള സിമ്പിൾ റെസിപ്പിയാണ്. 10 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രാത്രി ആണ്ട് കേട്ടോ ഇങ്ങനെ 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണയിലിട്ടിട്ട് സബോളയും തക്കാളിയും പച്ചമുളകും നന്നായിട്ട് ഇതാക്കിയതിൻ്റെ ശേഷം എനിക്ക് അടയ്ക്കാൻ അറിയില്ല ഗൈസ്. എനിക്ക് അടയ്ക്കാൻ എത്ര നോക്കിയിട്ടും കിട്ടണില്ല. ലാസ്റ്റ് വീഡിയോ ഓഫ് ആക്കിയിട്ട് വെച്ച് കാണിച്ചു തന്നു, എന്നിട്ടും എനിക്ക് കിട്ടണില്ല. എന്നിട്ട് എങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ ഉള്ളിയും മുടിയുമായിട്ട് അങ്ങനെ ജാമായിട്ടിരിക്കണം. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കളയാൻ നോക്കുമ്പോൾ അത് പോവണമില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ അതിനെ കളഞ്ഞ് മൂടി വെച്ചിട്ടുണ്ട്. ഇതിലെൻ്റെ എക്സ്പ്രഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊന്നും മൂടാൻ ഞാനിട്ട എക്സ്പ്രഷനുകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്, ഞെട്ടും. അങ്ങനെ 2 വിസിൽ വന്നതിൻ്റെ ശേഷം നമ്മളത് തുറന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇടും. അപ്പോൾ ഇത് തുറക്കാനും എനിക്കറിയില്ല, തുറക്കാനുള്ള കഷ്ടപ്പാട് തന്നെയാണ്. തുറക്കാൻ നേരത്തെ അതിൻ്റെ ബ്ലാക്ക് വള്ളിയില്ലേ, അത് പോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുറന്ന് വെച്ചപ്പോൾ നല്ല വണ്ട് സെറ്റായ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ല സെറ്റായി വന്നിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ള മസാലകൾ കറിക്കുള്ള മസാലകൾ നമുക്ക് നോക്കാം. എനിക്ക് കൺഫ്യൂഷനായി. കറിക്കുള്ള മസാലകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്രം ഫുള്ള് മല്ലിപ്പൊടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ കൊട്ടുക ചെയ്തത്. വലിയ ഷേക്ക് ഫസ്റ്റ് 1 ടീസ്പൂണൊക്കെ ഇട്ടു. പിന്നെ വെച്ച് പറഞ്ഞാൽ അതാണ്ട് കൊട്ടിക്കോ, കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അതാണ്ട് കൊട്ടി. അതിൻ്റെ ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ടുകൊടുത്തിരുന്നു. ഓക്കെ, അങ്ങനെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലുമൊക്കെ മഞ്ഞൾപ്പൊടി ഗൈസ്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നന്നായിട്ടിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പം ഇളക്കിയപ്പോൾ തന്നെ നല്ലൊരു കളറായി വന്നിരുന്നു. ഉള്ളിക്കും തക്കാളിക്കും പച്ചമുളകൊക്കെ ആ മസാല ഇട്ടെടുത്തപ്പോൾ നല്ലൊരു കളറായി വന്നിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ മസാല തേച്ച് എടുത്ത് വെച്ച നമ്മുടെ സ്വന്തം ചിക്കനില്ലേ, മെയിൻ താരം ഗൈസ്, നായകനെ നമുക്ക് ആ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം, ആ മസാലയിലോട്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. രാത്രി ഉണ്ടാക്കിയോണ്ടാട്ടാണ് ഉണ്ടായത്. അപ്പം നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് ചിക്കനും സബോളയും തക്കാളിയും ആ സംഭവങ്ങളും മസാലയും ഒക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് കുക്കർ മൂടാനുള്ള കഷ്ടപ്പാട് ഇനി. അപ്പോൾ എണ്ണയൊക്കെ ചെറുതായിട്ട് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർ മൂടുന്ന കഷ്ടപ്പാടാണ് വല്ലാത്തൊരു കഷ്ടപ്പാട്. ചിക്കൻ കറിയിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് തോന്നിയത് എനിക്ക് കുക്കർ തുറക്കുക ആ ഒരു സംഭവം മാത്രമാണ്. ഓക്കെ, അങ്ങനെ കുക്കർ അടച്ച് വെച്ചതിൻ്റെ ശേഷം 2-3 വിസിൽ അടിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കി വെക്കാം. നമ്മൾ രാവിലേക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ കറി വെച്ചത്, അതുകൊണ്ട് തന്നെ നമ്മളതങ്ങനെ വെച്ചു. 3 വിസിൽ കേട്ടതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ അത് രാവിലെ കാക്കുന്
ക്ലാസ്സിൽ പോകാനുള്ളതുകൊണ്ട് ഉമ്മ പറഞ്ഞു ഈ നീക്കുണ്ടോ ഞാനിപ്പോൾ അല്ലെങ്കിൽ തുറക്കും ഈ വീഡിയോ എടുക്കണ്ടെങ്കിൽ എടുക്കുക പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറക്കപ്പിച്ചേൽ നീച്ച് വരാണ്. ഞാൻ കണ്ടില്ല 8 തിരിക്കുകയാണത്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. ഇതിനൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ എന്താ ചെയ്യുക, ഉറക്കപ്പിച്ച് നീച്ചെന്നുകൊണ്ട് ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, എന്തൊക്കെ കിടന്ന് തപ്പുണ്ട്. അപ്പം നമുക്ക് കയ്യിലെടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ കയ്യിലെടുത്താണ് തുറന്നപ്പോൾ നല്ല സ്മെല്ലും കാണാനും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തേക്ക് ചിക്കൻ കറി മാറ്റിയിട്ടുണ്ട്. നല്ല ചിക്കൻ പീസുകളൊക്കെ ഉണ്ടെന്ന് ഗായ്സ്. പിന്നെ ഞാൻ വാപ്പ കൊടുത്തപ്പോൾ വാപ്പൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടി ഗായ്സ്. ഉപ്പും മസാല ഒക്കെ പാകത്തിനുള്ളതാണ് വാപ്പ പറഞ്ഞത്. ഇനി നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.